ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് താമരയുടെ പരിചരണ രീതികൾ ഒന്ന് കണ്ടു നോക്കാം. താമരയുടെ പ്ലാന്റിംഗ് മെത്തേഡ് നേരത്തെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് അതുപോലെ പ്ലാന്റ് ചെയ്തവർക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ താമരയ്ക്ക് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഉള്ള എൻ്റെ ചെറിയ അറിവുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്ലാന്റ് ചെയ്ത ടബിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ എന്നും ഓവർഫ്ലോ ചെയ്യുകയും വേണം. പ്ലാന്റ് ചെയ്ത ടബിൽ ആദ്യം തന്നെ ഗപ്പിയെ ഇടുന്നതിന് പകരം അസോള ഇടുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ അസോള ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ വളങ്ങളോ pH ലെവലിലെ വേരിയേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അസോളയുടെ കളർ ചേഞ്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നട്ട് കഴിഞ്ഞ ട്യൂബറിലൂടെ ആദ്യം ഉണ്ടാകുന്നത് കോയിൻ ലീഫുകളാണ്. ചെറിയ ചെറിയ കോയിനുകൾ പോലെയുള്ള ഇലകളാണ് വരുന്നത്. അവ ടബിൽ നിരന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് NPKയോ NPK ഓൾ 19 അതായത് 19 അല്ലെങ്കിൽ DAPയോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് 15 ദിവസത്തെ ഇടവേളകളിലാണ് കൊടുക്കുന്നത്. വളപ്രയോഗത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ചില വെറൈറ്റികൾക്ക് ഈ കോയിൻ ലീഫിൻ്റെ കൂടെ തന്നെ ബഡ്ഡുകളും വരുന്നതായി കാണാറുണ്ട്. ഈ 15 ദിവസത്തെ ഇടവേളകളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ കിട്ടാറുണ്ട്. മറ്റുള്ള ചെടികളെ നമ്മൾ പ്രൂൺ ചെയ്തും പരിപാലിച്ചും ഒക്കെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിനെയും ക്ലീൻ ചെയ്യണം. കേടായ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കളയണം. അതുപോലെ ടബുകളിൽ അസോള കൂടുതലായാൽ അതിനെ മാറ്റുകയും വേണം. ഏതൊരു ചെടി നട്ടാലും അതിന് കൃത്യമായ പരിചരണം കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ വളരുകയുള്ളൂ. താമരയ്ക്ക് കൊടുക്കുന്ന അതേ സംരക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ ആമ്പലിനും കൊടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഈ വാട്ടർ പ്ലാന്റ്സിലെ കീടബാധയാണ്. ചെറിയ വെട്ടിലുകൾ, പുഴുക്കൾ എന്നിവയെല്ലാം ഈ വാട്ടർ പ്ലാന്റ്സിനെ നശിപ്പിക്കാറുണ്ട്. ഇലകളിൽ അവ കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കും. ഒരു ചെറിയ പുഴു നമ്മുടെ താമരയിലയിൽ കാണാറുണ്ട്. അത് ശരിക്കും താമരയിലയിൽ നന്നായിട്ട് സ്പ്രെഡായി പെട്ടെന്ന് തന്നെ ഇലയുടെ നിറമൊക്കെ മാറി ആ പ്ലാന്റിൻ്റെ ഒരു നാശത്തിലേക്ക് അത് എത്തിക്കാറുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിനെ നശിപ്പിച്ച് കളയണം. എന്നാൽ മാത്രമേ മറ്റുള്ളവയിലേക്കും അവ വ്യാപിക്കാതെ ഇരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ വാട്ടർ പ്ലാന്റ്സുകൾ ഒരുപാട് നശിച്ചു പോയി. നല്ല വില കൊടുത്ത് വാങ്ങിയ പുതിയ വെറൈറ്റികളും നേരത്തെ ഉണ്ടായിരുന്നതും ഒക്കെ നഷ്ടപ്പെട്ടു. ആമ്പലും അതുപോലെ തന്നെ നല്ല ഇനത്തിലുള്ള താമ്പലുകൾ ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. എല്ലാ വാട്ടർ പ്ലാന്റുകളും കുറേശ്ശെയായി ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നട്ടതിലെല്ലാം ഇപ്പോൾ ബഡ്ഡുകൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. നേരത്തെ നമ്മുടെ വാട്ടർ പ്ലാന്റ്സുകളിൽ അതായത് താമരകളിൽ കിട്ടിയിരുന്നത് പോലെ ട്യൂബറുകൾ കിട്ടുന്നില്ല. ഇപ്പോൾ എണ്ണത്തിൽ വളരെ കുറവാണ്. അതുപോലെ ചില ടബുകളിൽ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ വെറും റണ്ണറുകൾ മാത്രമാണ് കിട്ടാറുള്ളത്. അതെല്ലാം ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ ടബുകളിൽ നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ ആ പൂക്കൾ ടബിൽ കിടക്കാൻ അനുവദിക്കരുത്. അത് കൊഴിഞ്ഞു വീഴുന്നതിനെ അപ്പോഴേ തന്നെ മാറ്റിക്കളയണം. അത് ടബിൽ കിടന്ന് അഴുകിയാൽ ഒച്ചു പെരുകുകയും ചെയ്യും. ഈ ഒച്ചുകളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് കെമിക്കലുകളും ഉപയോഗിക്കാം. അതുപോലെ നാടൻ പ്രയോഗങ്ങളിലൂടെയും ഒച്ചിനെ ഒഴിവാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് റീപോർട്ട് ചെയ്ത് വെച്ച ടബുകളെല്ലാം നീറ്റായല്ല കാണുന്നത്. അതിനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് കൊടുത്തൊക്കെ ക്രമേണ നമുക്ക് ഓക്കെ ആക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് വാട്ടർ പ്ലാന്റിൻ്റെ രോഗങ്ങളാണ്.
പ്രധാനമായും വരുന്നത് മൊസൈക്ക് രോഗം, വൈറസ് ബാധ ഇവയൊക്കെയാണ്. ഇലകളിലെ ചേഞ്ചും തണ്ടിലും ഇലയിലും കാണുന്ന കറുപ്പ് നിറം ഇതെല്ലാം ട്യൂബറിലേക്കും ബാധിച്ച് പ്ലാന്റ് നശിച്ചു പോകാറുണ്ട്. രോഗബാധ വന്ന ഇലകളെയെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റിൽ നിന്നും ദൂരെ കൊണ്ടുപോയി നശിപ്പിച്ച് കളയാം. ഇങ്ങനെ രോഗം ബാധിച്ച വാട്ടർ പ്ലാന്റുകളെ രക്ഷിക്കാനായി ഞാൻ ഉപയോഗിക്കുന്നത് മാജിക് എന്നൊരു ഇൻസെക്ടിസൈഡാണ്. ഇത് എല്ലാ വളക്കടകളിലും മേടിക്കാൻ കിട്ടും. 80 രൂപയോളമാണ് ഇതിൻ്റെ വില. ഇത് 2 തുള്ളി വീതം ഓരോ ടബിലേക്കും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ക്രമേണ ഇതിൻ്റെ രോഗബാധ ഇല്ലാതാക്കാം. നമ്മൾ ഉപയോഗിച്ച മണ്ണ് തന്നെ വീണ്ടും റീപോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് രോഗബാധ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെ വളക്കൂറ് നഷ്ടപ്പെട്ട് പ്ലാന്റിന് ആവശ്യമായ വളങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഒരുവിധം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ രോഗബാധയിൽ നിന്ന് പ്ലാന്റിനെ രക്ഷിക്കാനായിട്ട് കഴിയും. ഓരോ ചെടികൾക്കും അതിൻ്റേതായ പരിചരണം കൊടുത്താലേ നല്ല ഒരു പൂക്കാലം നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിലും ആകുന്നുവെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ വാട്സാപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. ദയവായി കോളുകൾ ഒഴിവാക്കണം. വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ എപ്പോഴാണെങ്കിലും ഞാനതിന് മറുപടി തന്നിരിക്കും. അതുപോലെ നമ്മുടെ ഗാർഡനിലുള്ള ട്യൂബറുകൾ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.